നമസ്തേ. രഞ്ജിത്ത്, കോപം നമ്മുടെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാനായിട്ട് അനുവദിക്കരുത്. കോപത്തോടുകൂടി അല്ലെങ്കിൽ ഇമോഷണലായി നാം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകും എന്ന് തിരിച്ചറിയണം. ആ നേരത്തുള്ള വൈകാരിക തലം വളരെ ഡിസപ്പോയിൻറ്റഡായി, വളരെ ക്രോധമായി, ദേഷ്യത്തിലാണ് നാം എടുക്കുന്ന തീരുമാനങ്ങൾ സത്യത്തിൻ്റെ പാതയിൽ നിന്നും മാറി തെറ്റായ തീരുമാനങ്ങളിലേക്ക് അത് കടന്നു പോകും എന്നുള്ളതാണ്. കോപം വന്നാൽ നാം കോപത്തെ പുറത്തു കളയുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോപം നമ്മിൽ ജനിക്കുമ്പോൾ ആ ഊർജ്ജം നമ്മിൽ നിന്ന് ജനിച്ചതാണ്. അത് പുറത്തേക്ക് അതിനെ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്ത് റാഡിക്കേറ്റ് ചെയ്ത് കളയും. കാരണം അത് ആ എനർജി നമ്മുടെ ഉള്ളിൽ നിന്നാൽ അത് നമുക്ക് വേറെ മറ്റു പല പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണമാകും. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ശക്തിയാണല്ലോ അത് പോയാലും പുറത്ത് പോയാലും ചിലപ്പോൾ ഈ ക്രോധമുള്ള നെഗറ്റീവ് ബീയിങ്ങുകൾ പുറത്തുണ്ടാവും. അതായത് ഇൻവിസിബിളായിട്ടുള്ള ബീയിങ്ങുകൾ ഉണ്ടായിരിക്കും. അവർ അതിൻ്റെ കൂടെ ചങ്ങാത്തം കൂടി നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാൻ വന്നാൽ കൂടുതൽ അപകടങ്ങളിലേക്ക് നാം കിടക്കും. നമുക്ക് കോപം വന്നാൽ കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത കോപത്തിലേക്കും ആ കോപം നമ്മിൽ ചീത്ത ഊർജ്ജമായി പരിണമിച്ച് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും അത് ചെന്ന് ലൊക്കേറ്റ് ചെയ്ത് ലോഡ്ജിങ് ആവും. അവിടെ നീർക്കെട്ടുകളും വേദനകളും അസ്വാസ്ഥ്യങ്ങളും മാനസിക തലത്തിലുള്ള പിരിമുറുക്കങ്ങളും സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കത് കാരണമാകും. എപ്പോഴും ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടിയുള്ളത് ആണ് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് അവിടെ വയലൻ്റായി ദേഷ്യത്തിൽ അല്ല ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്, തീരുമാനമെടുക്കുമ്പോൾ അതിനെ വളരെ ആഴത്തിൽ അനലൈസ് ചെയ്ത് അതിൽ ദോഷങ്ങളെ മാറ്റി ശാന്തമായ മനസ്സോടുകൂടിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. കോപം തെറ്റായ ദിശയിലേക്ക് നമ്മളെ നയിക്കും. കോപം തെറ്റായ ദിശയിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല, നമ്മിൽ നിന്നും പുറപ്പെട്ട ആ ഊർജം നമ്മെ വളരെ വിപരീതമായ കാര്യങ്ങൾക്കൊക്കെ തടസ്സമായിട്ട് വരാനുള്ള ഊർജം നമ്മിൽ നിന്ന് പുറപ്പെടുകയും അത് നമ്മുടെ ശരീരത്തെ തന്നെ ദോഷം ചെയ്യുകയും ഫിസിക്കൽ ബോഡി, ഇമോഷണൽ ബോഡി, മെൻ്റൽ ബോഡി ആൻഡ് സ്പിരിച്വൽ ബോഡിയെ പോലും അത് തളർത്തിക്കളയും, നമ്മുടെ ചക്രങ്ങളെ വൈകല്യപ്പെടുത്തും. അതുകൊണ്ട് ശാന്തരായിരുന്നു കൊണ്ടൊരു കാര്യത്തെ തീരുമാനമെടുക്കുക. ബുദ്ധിപൂർവമായ തീരുമാനമെടുക്കുന്നതിന് കോപം മാറ്റി ശാന്തതയിലേക്ക് വന്നതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് തീരുമാനിക്കണം. കോപം മറ്റുള്ളവരെയും മുറിപ്പെടുത്തുമെന്നുള്ളതാണ്. ഒരു ഹാർഷ് ആൻഡ് ഇഞ്ചുറിയസ് വേർഡ്സ് ഉപയോഗിച്ച ഒരാളെ നമ്മൾ കോപിച്ചാൽ ആ മുറിവ് ഒരു ഉപകരണം കൊണ്ട് ഉണ്ടായ, ഒരു കത്തി കൊണ്ടോ ഉണ്ടായ മുറിവിനേക്കാൾ മാരകമായി ചിലപ്പോൾ അതൊരു കാലം മുഴുവൻ അത് നിലനിൽക്കാനായിട്ട് കാരണമാകും. അപ്പോൾ എപ്പോഴും വേണ്ടത് നാം കുറച്ച് പ്രാണായാമങ്ങൾ, എന്നും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, അറിയുന്ന ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. നാം സ്കൂളുകളിൽ നിന്ന് പഠിച്ചതോ മറ്റു വല്ല യോഗയൊക്കെ എക്സസൈസാണല്ലോ, അത് പഠിക്കുക. അതിൽ തന്നെ പ്രാണായാമങ്ങളുണ്ട്, ശ്വസന രീതികളുണ്ട്. അത് നമ്മുടെ നാഡീശോധനം നടത്തും. നമ്മുടെ ഉള്ളിലുള്ള നാഡികളെ, നമ്മുടെ ചക്രകളിൽ നിന്നുള്ള അഴുക്കുകളെയൊക്കെ ഒരു പരിധി വരെ കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിച്ച് ആ നേരത്ത്, ദേഷ്യം വന്ന നേരത്ത് നാം ഒരു ധ്യാനനിരതനായി കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം ഡീപ്പായി അബ്ഡോമിനൽ ബ്രീത്ത് ചെയ്യുക. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ദേഷ്യം, രോഷം അടങ്ങി മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തീരുമാനമെടുക്കുന്നത് മെൻ്റലി ആയിരിക്കും, ഇമോഷണലി ആയിരിക്കില്ല. തീരുമാനങ്ങൾ ഒരിക്കലും ഇമോഷണലി ആയിരിക്കരുത്, മെൻ്റലി ബുദ്ധിപൂർവമായിരിക്കണം. വിത്ത് ദ സപ്പോർട്ട് ഓഫ് സുപ്രീം ബീയിങ്, അതായത് സ്പിരിച്വൽ എനർജിയും കൂടെ ചേർത്തുകൊണ്ട് വേണം, ഗുരുക്കന്മാരുടെ ഒരു എനർജിയും ചേർത്തുകൊണ്ട് വേണം നാം എന്ത് കാര്യങ്ങളും തീരുമാനമെടുക്കാനായിട്ട്. അപ്പോൾ ആരോടും കടുത്ത വാക്കുകൾ ഉപയോഗിക്കരുത്. കടുത്ത വാക്കുകൾ അവരെ മുറിവേൽപ്പിക്കുകയും ആ മുറിവ് അവരിൽ നിലനിന്ന് അതിൽ നിന്നും പുറപ്പെടുന്ന വളരെ അപകടം പിടിച്ച ചിന്തകൾ അവർക്ക് അത്രമാത്രം മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ചെയ്ത്, അത് ഡെവലപ്പ് ചെയ്ത് അത് തിരിച്ച് നമ്മിലേക്ക് തന്നെ വരാനായിട്ടുള്ള കാരണമുണ്ടാക്കരുത്. അത് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്കും സൈക്കിക് അറ്റാക്ക് പോലെയുള്ള മാരകമായ പല തടസ്സങ്ങൾക്കും ജീവിതത്തിൻ്റെ പുരോഗതികൾക്കും അത് തടസ്സമായി നിൽക്കുമെന്നറിയണം. എല്ലാവരും യോഗ പ്രാണവിദ്യയുടെ
ലെവൽ 1 കോഴ്സ്, അതായത് വളരെ സിമ്പിളായി നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളെ, ഊർജ കേന്ദ്രങ്ങളെ, ഓറയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ പുതു ഊർജ്ജത്തെ, നല്ല ഊർജ്ജങ്ങൾ, കാലങ്ങളായി നമ്മളിൽ കയറി കിടക്കുന്ന ദുഷിച്ച ഊർജ്ജങ്ങളെയൊക്കെ പല സാഹചര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ വളർന്ന് വലുതായി വന്നിട്ടുള്ളത്. അന്നു മുതലേ ശരീരത്തിൻ്റെ ക്ലൗഡി ഫോമിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് പിന്നീട് ഒരു പ്രായം എത്തുമ്പോൾ അത് രോഗങ്ങളായി മാറാനായിട്ട് അവിടെ നമ്മെ ഒരു പാരസൈറ്റ് പോലെ ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബീയിങ്സ് ആർ ദെയർ. അതുപോലെ നെഗറ്റീവ് ബീയിങ്, തോട്ട് എൻറ്റിറ്റീസ്, ഇവരൊക്കെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇവയെ എടുത്തു കളഞ്ഞ് സ്വയം ആശ്വാസം കണ്ടെത്തി ഏറ്റവും മികച്ച ഒരാളായി ജീവിക്കാനായിട്ട്, വളരെ മികച്ച ഒരാളായി ഒരു ആധ്യാത്മികമായ തലത്തിലോടുകൂടി ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും സന്തോഷവാനും സമൃദ്ധിയുള്ളവനും സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനുമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരവർക്ക് തന്നെ അതിൻ്റെ ഒക്കെ ഗുണഫലങ്ങൾ, സന്തോഷവും സമാധാനങ്ങളും നമ്മെ തേടി വരുന്നത് നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ.